എന്നെക്കുറിച്ച് ഇത്ര കരുതലുള്ളൊരു കർത്താവ്, എന്നെക്കുറിച്ച് ഇത്ര ഉത്തരവാദിത്വ ബോധമുള്ളൊരു നല്ല കർത്താവ്. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കും, എനിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത് ആരാ? എനിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത് ആരാ? ഞാൻ മാനുഷികമായി പറയാം, എൻ്റെ ചിന്ത പറയാം കേട്ടോ. ആദ്യമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മയാകാനാ സാധ്യത. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ, നിങ്ങൾ എല്ലാവരും ചിന്തിച്ചാൽ. അമ്മ എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? എൻ്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പം മുതൽ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ നിമിഷം മുതൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആണാണോ എന്നറിഞ്ഞുകൂടാ, പെണ്ണാണോ എന്നറിഞ്ഞുകൂടാ, എൻ്റെ മുഖമൊന്നും എൻ്റെ അമ്മ കണ്ടിട്ടില്ല. പക്ഷേ അന്നേ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കളക്ടർ ആക്കണമെന്നല്ല, എഞ്ചിനീയർ ആക്കണമെന്നല്ല, പാസ്റ്റർ ആക്കണമെന്നല്ല, ഡോക്ടർ ആക്കണമെന്നല്ല, അധ്യാപകനാക്കണമെന്നല്ല. ഇതൊന്നും അമ്മയുടെ വിഷയമില്ല. അമ്മയുടെ ഒറ്റ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മയെന്നല്ല, ഏതൊരമ്മമാരുടെയും അപ്പോഴത്തെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. ദൈവമേ, ആണാണേലും കുഴപ്പമില്ല, പെണ്ണാണേലും കുഴപ്പമില്ല, അല്ലേ, ഒരു കേടും കൂടാതിങ്ങ് തരണേ. അതല്ലേ പ്രാർത്ഥന? ഏതൊരമ്മമാരുടെയും പ്രാർത്ഥന അതല്ലേ? അപ്പൊ എൻ്റെ അമ്മയാകാം എനിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത്. എൻ്റെ അപ്പനും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. എന്താ പ്രാർത്ഥന? ദൈവമേ, ആണാണേലും കുഴപ്പമില്ല, പെണ്ണാണേലും കുഴപ്പമില്ല, ഒരു കേടും കൂടാതെ തരണമെന്ന് മാത്രമല്ല, അവക്കും ഒരു കേടും വരരുത്, കുഞ്ഞിനും ഒരു കേടും വരരുത്. രണ്ടിനെയും രണ്ട് പാത്രമാക്കി സുരക്ഷിതമാക്കി തരണേ. അതായിരിക്കാം എൻ്റെ പപ്പായുടെ പ്രാർത്ഥന, എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും പ്രാർത്ഥന അങ്ങനെ തന്നെയാകാം. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ മകനായി ഈ മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ മുഖം കണ്ട എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എൻ്റെ വല്യപ്പനും വല്യമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എനിക്ക് 3 സഹോദരങ്ങളാ. അവർ ഉണ്ടായ ശേഷമാണ്, ഞാൻ അവരുടെ മൂത്ത ബ്രദറാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായ ശേഷമാണ്, പരപ്രേരണ കൂടാതെ, ആരും പറഞ്ഞു പഠിപ്പിക്കാതെ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കളാ കേട്ടോ. അവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അവരുണ്ടായി, ഞാൻ അവരുടെ അപ്പനാണെന്നുള്ള ബോധ്യം, അല്ലേ? ആദ്യം എൻ്റെ ഭാര്യ പറഞ്ഞു കൊടുക്കും, പപ്പായി അനുഗ്രഹിക്കണേ, മമ്മി അനുഗ്രഹിക്കണേ. അതല്ല ഞാൻ പറഞ്ഞത്. അവര് വളർന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ സ്വയമായി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, കൂട്ടുവിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ പാലസ്തീന്റെ പച്ച മണ്ണിൽ എന്നെ പരിശുദ്ധ പിതാവിന്റെ തൃക്കരങ്ങളിൽ പ്രാർത്ഥിച്ചു സമർപ്പിച്ച കനത്ത ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല രക്ഷിതാവാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ എന്തിനാശങ്ക, എന്തിനു നിരാശ, എന്തിനു നാളുകളെ കുറിച്ചുള്ള ഭീതി? ആ തരം തുറന്ന് ദൈവമക്കൾ ഒരുമിച്ച് പറ, എനിക്ക് ആശങ്കയില്ല, എനിക്ക് ഭീതിയില്ല, എനിക്ക് നിരാശയില്ല, എനിക്കൊരു ദൈവത്തെ അറിയാം, എനിക്ക് എൻ്റെ രക്ഷിതാവിനെ അറിയാം, എന്നെ കുറിച്ച് കരുതലുള്ള, എന്നെ കുറിച്ച് കനത്ത ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല കർത്താവ്. ആരവാരത്തോടെ കർത്താവിന് ആരാധന അർപ്പിക്കാൻ, യേശുവിന് മഹത്വം കരേറ്റാൻ ആത്മാവ് നിങ്ങൾക്ക് നിയോഗം തരുന്നെങ്കിൽ കരമടിച്ച് അന്യഭാഷയിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എൻ്റെ ഹൃദയം നന്ദിയാൽ ഈ രാത്രി നിറയുന്നു. ഇത്ര കരുതലുള്ളൊരു കർത്താവ്, ഇത്ര ഉത്തരവാദിത്വ ബോധമുള്ളൊരു രക്ഷിതാവ് എൻ്റെ സ്വന്തമായല്ലോ. ആ യേശുവിനെ അറിയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ഈ രാത്രി ഞാൻ യേശുവിനെ ആരാധിക്കുന്നു. പരിശുദ്ധ പിതാവിന് ഈ രാത്രി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഉച്ചഭാഷണി 1 മിനിറ്റ് എന്ന് താഴെ വെച്ച് ഞാൻ കരമടിച്ച് ഈ രാത്രി എൻ്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്നെ കുറിച്ച് ഇത്ര കരുതലുള്ള, എന്നെ കുറിച്ച് ഇത്ര ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല കർത്താവിനെ എങ്ങനെ സ്തോത്രം ചെയ്ത് ആരാധിക്കാതിരിക്കും? ആ നാഥൻ എങ്ങനെ ഇന്ന് രാത്രി മഹത്വം കരറ്റാതിരിക്കാൻ കഴിയും?
നന്ദി യേശുവേ നന്ദി. എത്ര പേർക്ക് ആദരം തുടർന്ന് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ മനസ്സുണ്ട്? കർത്താവിന് നന്ദി പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇനി അടുത്തൊരാശയത്തിലേക്ക് ഞാൻ വരികയാണ്. ആരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടേലും അവരുടെ എല്ലാം പ്രാർത്ഥന ഒരിക്കൽ നിലയ്ക്കും. ആമേൻ. വിവാഹം കഴിച്ച് കുടുംബജീവിതമൊക്കെ നയിക്കുന്നവരാണല്ലോ മഹാഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ. ഈ കുടുംബജീവിതത്തിലെ കുഞ്ഞു 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 സൗന്ദര്യപ്പിണക്കങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ യോഗം കഴിയുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. കാരണം നിങ്ങൾ മനുഷ്യരല്ല, നിങ്ങൾ ദൂതന്മാരാണ്. നിങ്ങളെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ എനിക്കൊന്നൊരു അനുഗ്രഹമാവും. കാരണം 10-23 വർഷമായി വിവാഹം കഴിച്ച് ഞാൻ ജീവിക്കുന്നെങ്കിലും കുഞ്ഞു കുഞ്ഞു സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഇല്ലാത്തവരാരില്ല. അങ്ങനെ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ചില സഹോദരിമാര് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛാ, ഒരു ഗതിയും പരഗതിയും അച്ഛൻ ഇല്ലാത്ത സമയത്ത് അച്ഛാ ദൈവം എന്നെ അച്ഛൻ്റെ കൂടെ കൂട്ടിയേ. എൻ്റെ കണ്ണുനീരും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉപവാസവും അച്ഛാ ഈ അനുഗ്രഹത്തിൻ്റെ ഒക്കെ ഒരു കാരണം. ഇപ്പൊ നമ്മുടെ ജീവിതമൊക്കെ മെച്ചപ്പെട്ട് ഇത്രയൊക്കെ അനുഗ്രഹം വന്ന് കയറിയപ്പോ ദൈവം കൊണ്ടുവന്ന് തന്നപ്പോ ഞാനിപ്പോ അത് അധികപ്പറ്റായല്ലേ, ഇനി ഞാൻ ഉപവാസം അങ്ങ് നിർത്തുക, ഇനി ഞാൻ പ്രാർത്ഥന അങ്ങ് നിർത്തുക എന്നും പറഞ്ഞ് ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലേ? അല്ല, സൗന്ദര്യപ്പിണക്കം കൊണ്ടൊന്നും അല്ല, രോഗിയായി കിടന്നതുകൊണ്ടോ യാത്ര ആയിരുന്നത് കൊണ്ടോ ബദ്ധപ്പാട് നിമിത്തമോ അല്ലേ, ഏതെങ്കിലും ഒരു ദിവസം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലേ? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലേ? മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലേ? വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലേ? എല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ടോ? പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ലേ? ഒത്തിരി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു ഒത്തിരി. എന്താ കാരണം എന്നറിയാവോ? മനഃപൂർവമല്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അതിന് സാധിക്കാതെ പോയിട്ടില്ലേ? പക്ഷെ എൻ്റെ കർത്താവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുക. ഇന്നലകളിലെന്നോ 2020 വർഷങ്ങൾക്ക് പിറകിൽ എനിക്ക് വേണ്ടി ഒരിക്കൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചവനല്ല ഇന്ന് രാത്രി നാം സേവിക്കുന്ന നമ്മുടെ നല്ല കർത്താവ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? 2020 വർഷങ്ങൾക്ക് പിറകിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചില്ല. ഗ്ലോറി. ആ പ്രാർത്ഥന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് നോക്കാം. എബ്രായ ലേഖനം എടുക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 7:25. ഗ്ലോറി 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 യേശുവിന്റെ നാമത്തിൽ. എബ്രായ ലേഖനം 7:20. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ. എല്ലാവരും ഇനി ബൈബിളിൽ നോക്കാതെ എന്നെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ കർത്താവ് ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. എപ്പോൾ തുടങ്ങിയത്? നിങ്ങൾ എന്ന് രക്ഷിക്കപ്പെട്ടോ അന്നു തുടങ്ങി, എന്ന് വരെ അത് നീളും. ഒന്നുകിൽ നാം നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നിടം വരെ, അല്ലെങ്കിൽ നമ്മെ ചേർക്കാൻ നമ്മുടെ കർത്താവ് ഇവിടേക്ക് വരുന്നിടം വരെ, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നിടം വരെ 24 മണിക്കൂറും 365 ദിവസവും വിശ്വാസിയെ, നിന്റെ കണ്ണീ മണ്ണിൽ അടയുകയോ അല്ല നീ രൂപാന്തരപ്പെടുകയോ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ നിനക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു. ഈ യേശു പോരെ, ഈ യേശുവിന്റെ മധ്യസ്ഥത പോരെ. അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഉപേക്ഷിക്കല്ലേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നേ എന്ന് ഞാൻ ആവശ്യപ്പെട്ടത് കൊണ്ടല്ല.
ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ കർത്താവേ, പിതാവിനോട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞേക്കണേ എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് കൊണ്ടല്ലെന്ന്, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ പിതാവേ, KJ തോമസിനു വേണ്ടി പക്ഷവാദം ചെയ്യുന്നേ, ഇന്നയാൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നേ എന്ന് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ എൻ്റെ കർത്താവ് ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് രാത്രി കസാരയിൽ ഇരിക്കുന്നത്, ഈ പുൽപിറ്റിൽ നിൽക്കുന്നത്. മനസാക്ഷി കുത്തില്ലാതെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ഈ കസാരയിൽ ഇരിക്കുന്നത്, ഞാൻ ഈ പുൽപിറ്റിൽ നിൽക്കുന്നത് എന്റെ രക്ഷിതാവ് ഇന്ന് എനിക്ക് വേണ്ടി പിതൃസന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നത് കൊണ്ടാണ്. ആവേശത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ പക്ഷവാദം ചെയ്തവൻ മാത്രല്ല, ഇന്നലകളിൽ പ്രാർത്ഥിച്ചവൻ മാത്രല്ല, കണ്ണടയുന്നിടം വരെ, നിത്യതയിലെത്തുന്നിടം വരെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ശക്തനായവൻ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് നസ്രയനായ യേശു. ആവേശത്തോടെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നിൽക്കട്ടെ അവിടെ. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ ഇത്രയും നേരം ധ്യാനിച്ചത്. രണ്ടാമത്തെ ഭാഗം കൂടെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. അടുത്തത്, ശിഷ്യന്മാർക്കു വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഇവർക്കു വേണ്ടി മാത്രമല്ല എന്ന് പറയുമ്പോൾ ആശയം, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുക, ഞാൻ പറയുകയാണ്, ഈ പ്രസംഗം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ലൈവായി ആരൊക്കെ ഇത് കേൾക്കുന്നോ അവർക്ക് വേണ്ടി എല്ലാമാണെന്ന് പറയുമ്പോൾ നിങ്ങളും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദൂരെ ഇരുന്ന് ശ്രദ്ധിക്കുന്നവരും ശ്രവിക്കുന്നവരും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവർക്ക് വേണ്ടി മാത്രമല്ലെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ്. ആ പ്രാർത്ഥനയുടെ ഇടയ്ക്കാണ് നമുക്ക് വേണ്ടിയും കൂടെ ദൈവസന്നിധിയിൽ അപേക്ഷയും അഭയയാചനയും കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? അത് അപ്പോസ്തല പ്രവൃത്തികളുടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വീട്ടിൽ ചെന്ന് മനസ്സിരുത്തി നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇന്ന കാര്യത്തിന് ഇന്ന കാര്യത്തിന് ഇന്ന കാര്യത്തിന് എന്ന് പറയുന്നുണ്ട്. ഓരോന്ന് നിങ്ങൾ അടിവരയിട്ട് പഠിച്ചാൽ മതി. എന്നാൽ ഈ രാത്രി നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയിലേക്ക് ഒറ്റ കാര്യമാണ് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രഥമ പരിഗണന കൊടുത്തത് നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ്. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യോഹന്നാൻ 17:15. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. പിതാവേ, അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളേണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അവിടെ ലോകമെന്ന് പറഞ്ഞാൽ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ എടുത്തു കളയണമെന്ന അർത്ഥത്തിലല്ല അവിടെ ലോകം. വേദപുസ്തകത്തിൽ ലോകം എന്ന പദം ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെ തലങ്ങളിലാണ്, ഏതൊക്കെ അർത്ഥത്തിലാണ് ലോകമെന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് ആ വേദപുസ്തക പശ്ചാത്തലത്തിൽ, അത് പറഞ്ഞ പശ്ചാത്തലത്തിൽ നാം വിചിന്തനം ചെയ്യണം. പ്രധാനമായും ലോകം എന്നതുകൊണ്ട് തിരുവെടുത്ത് ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ദൈവ പദ്ധതിക്കെതിരെ, ദൈവിക വ്യവസ്ഥിതിക്കെതിരെ ഒരു സാത്താന്യ വ്യവസ്ഥിതിയുണ്ട്, അശുദ്ധിയുടെ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിക്കാണ് വേദപുസ്തകം പ്രധാനമായും ലോകമെന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇന്ന് രാത്രി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ബൈബിൾ സ്റ്റഡി പോലെ പോകണ്ട, നമുക്കൊരു ആത്മീക ദൂതിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാത്താന്യ വ്യവസ്ഥിതി, സാത്താന്യ മണ്ഡലം അവരെ തോൽപ്പിക്കാതെ വണ്ണം, അവരോടടുക്കാതെ വണ്ണം,
അവർക്കെതിരെ ഒരു ദോഷം ചെയ്യാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കാതെ അടുത്ത് ഞാൻ അതിന്റെ വിശദീകരണം തരാം. ഒറ്റ വാക്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം. ദൈവ പദ്ധതിക്കെതിരെ, ദൈവ വ്യവസ്ഥയ്ക്കെതിരെ ഈ മണ്ണിലൊരു പൈശാചിക വ്യവസ്ഥിതിയുണ്ട്. എന്നാൽ ആ പൈശാചിക വ്യവസ്ഥിതിക്ക് നീ ഇരയാകാതിരിക്കാൻ നിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു നല്ല കർത്താവുണ്ടെങ്കിൽ ഇന്ന് രാത്രി പൈശാചിക വ്യവസ്ഥിതിക്കും നേരെ അധികാരത്തോടെ വിളിച്ചു പറ, ദുഷ്ടപിശാചേ, നിന്റെ ഒരു വ്യവസ്ഥിതിക്കും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വണ്ണം തന്റെ പ്രാർത്ഥനാ വലയത്തിനകത്ത് എന്നെ മറച്ച നല്ല കർത്താവുണ്ടെന്ന് ഇന്ന് രാത്രി അധികാരത്തോടെ വിളിച്ചു പറയാൻ അതരത്തിൽ അഭിഷേകമുള്ള എത്ര പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ സുരക്ഷിതത്വം, യേശു കർത്താവ് ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഗൗരവം അറിയണമെങ്കിൽ, ഊഷ്മളത അറിയണമെങ്കിൽ, ഹൃദയസ്പർശിയായ ആ പ്രാർത്ഥനയുടെ മനോഹാരിത അറിയണമെങ്കിൽ 12ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ചേ, ശാന്തമായിട്ട് ഒന്ന് ആലോചിച്ച് ശ്രദ്ധിച്ചേ. ഇത് ഒരു വിടവാങ്ങൽ പ്രാർത്ഥനയാണ്. ശ്രദ്ധിക്കണം കേട്ടോ. യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിലേക്കാണ് ഈ പൗരോഹിത്യ പ്രാർത്ഥന കഴിഞ്ഞു പോകുന്നത്. അവിടെ ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് തൻ്റെ മഹത്തായ ദൗത്യ നിർവഹണമായ ക്രൂശീകരണത്തിന് യേശു ഏൽപ്പിക്കപ്പെടാൻ പോകുകയാണ്. അപ്പൊ അല്പസമയത്തേക്ക് മരണത്താൽ ഇവരിൽ നിന്നും മാറ്റപ്പെടാൻ പോകുന്നു എന്ന് യേശുവിനറിയാം. പക്ഷെ ശിഷ്യന്മാർക്ക് അത് അറിഞ്ഞുകൂടാ. ഇവരെ പ്രാർത്ഥിച്ച് പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് താൻ ഗെത്സമന തോട്ടത്തിലേക്കും അവിടെ നിന്ന് ദൗത്യ നിർവഹണമായ ക്രൂശീകരണത്തിലേക്കും പോകുമ്പോൾ അതിനു മുമ്പ് പ്രാർത്ഥനയിൽ ഇവരെ ചേർത്ത് പിടിച്ചിട്ട് പിതാവിനോട് പറയുക, കൃതാർത്ഥനായി പറയുക, പിതാവേ, കഴിഞ്ഞ ചില വർഷങ്ങളായി നിഴലുപോലെ ഇവരെന്റെ കൂടെയുണ്ട് കേട്ടോ. ഊണിലും ഉറക്കത്തിലും ഇവരെന്റെ കൂടെയുണ്ട്. എന്നിട്ട് പറയുക, ഞാൻ ഇവരെ അങ്ങേക്ക് തന്ന നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ ഇവരെ സൂക്ഷിച്ചു. ഇതുപോലെ മനോഹരമായ, ദൈവത്തിന് സ്തോത്രം, ഒരു വിടവാങ്ങൽ പ്രാർത്ഥന വേറെന്താ ഉള്ളത്? യേശു പിതാവിനോട് പറയുക, ഞാൻ ഇവരെ സൂക്ഷിച്ചു. ഞാൻ ഇവരെ സൂക്ഷിച്ചെന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ മനസ്സിലേക്ക് ധാരാളം സംഭവങ്ങൾ ഓടിയെത്തുന്നുണ്ട്. എല്ലാ സംഭവങ്ങളൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല. 2 സംഭവങ്ങൾ സവിശേഷ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഇവരെ സൂക്ഷിച്ചു. ഒന്നാമത്തെ ആശയം, ഇവര് തകർന്നു പോകേണ്ടതാ, ഇവര് നശിച്ചു പോകേണ്ടതാ. എന്നാൽ ഇവര് തകരാൻ ഞാൻ അനുവദിച്ചില്ല, നശിക്കാൻ ഞാൻ ഇടവരുത്തിയില്ല. നശിക്കാനുള്ള പദ്ധതികൾ സാത്താൻ ഒരുക്കിയതാ. എന്നാൽ ആ നാശ പദ്ധതിക്കകത്ത് അവര് കുരുങ്ങാൻ, അവരൊടുങ്ങാൻ ഞാൻ അനുവദിച്ചില്ല. ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. അടുത്ത ദൂത് പറയുന്നതിന് മുമ്പ് ഇന്ന് രാത്രി എഴുതി വെച്ചോ, നിന്നെ തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ, നിന്നെ ഇല്ലായ്മയാക്കാൻ അന്ധകാര ദുഷ്ടശക്തി എത്ര കൊടിയ തന്ത്രങ്ങൾ മെനഞ്ഞാലും ആ പദ്ധതിക്കകത്തു നിന്ന് നിന്നെ ഉദ്ധരിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, നിന്നെ കരകയറ്റുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട്, ദൈവ പദ്ധതിയുണ്ട്, ദൈവിക ശക്തിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആ ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതരം തുറന്ന് ആവേശത്തോടെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. 2 ഇൻസിഡന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് തരികയാണ്. ശ്രദ്ധിച്ചു കേട്ടോണേ. യേശു കർത്താവും ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പടകിലൊരു യാത്ര ചെയ്യുകയാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
ഈ കർത്താവ് പടകിന്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. സാവധാനം യാത്ര മുൻപോട്ട് പോയി. പക്ഷെ കാറ്റ് വീശി അടിക്കാൻ തുടങ്ങി, തീരെ തള്ളി കയറാൻ തുടങ്ങി, പടകും മുങ്ങാൻ തുടങ്ങി. ആ ശിഷ്യന്മാർ നല്ല മനുഷ്യരാ കേട്ടോ, വളരെ ശ്രദ്ധിച്ച് കേട്ടോ. അവർ ഓർത്തു, പകല് മുഴുവൻ കർത്താവ് വിശ്രമമില്ലാതെ ശുശ്രൂഷിച്ചതല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇവരിൽ മഹാഭൂരിപക്ഷവും മുക്കുമ പശ്ചാത്തലത്തിൽ നിന്ന് ശിഷ്യത്വത്തിലേക്ക് വന്നവരാ. ഇന്നലകളിൽ ഇതുപോലെയുള്ള ഒത്തിരി പ്രതിസന്ധികളെ ഞങ്ങൾ അതിജീവിച്ചവരാ. അതിജീവനത്തിൻ്റെ ഇന്നലകളുടെ പരിചയ സമ്പത്ത് ഞങ്ങൾക്ക് കൈമുതലായിട്ടുണ്ട്. ഇന്നലകളുടെ പരിചയ സമ്പത്ത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അവർ ചിന്തിച്ചു. 2, അവരാ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇന്നലെയുടെ പരിചയം കൊണ്ടും ഇന്നിൻ്റെ പരിശ്രമം കൊണ്ടും ഈ പ്രതിസന്ധി മാറില്ല. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചനമായി ദൂത് വിളിച്ചു പറയുക, നീ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, നിനക്ക് പരിചയമില്ല ഞ്ഞിട്ടുമല്ല, ഇന്നലകളുടെ പരിചയം കൊണ്ടും ഇന്നിന്റെ പരിശ്രമം കൊണ്ടും നീങ്ങാത്ത പ്രതിസന്ധികളുടെ നടുവിൽ നെടുവീർപ്പിടുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് തലയിൽ കൈവച്ച് ഈ രാത്രി ആലോചന കൈമാറുന്നു. ഇന്നലകളുടെ പരിചയം കൊണ്ടും ഇന്നിന്റെ പരിശ്രമം കൊണ്ടും സഹോദരി, നീ വാതിലുകളിൽ മുട്ടാഞ്ഞിട്ടല്ല, നീ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, നീ അധ്വാനിക്കാഞ്ഞിട്ടല്ല, നിനക്ക് യോഗ്യതയില്ലാഞ്ഞിട്ടല്ല, ഇന്നലകളുടെ പരിചയം കൊണ്ടും ഇന്നിന്റെ പരിശ്രമം കൊണ്ടും ഒന്നും തുറക്കപ്പെടാതെ, വഴികൾ തുറക്കപ്പെടാതെ, പ്രതിസന്ധികൾ മാറാതെ ഇന്ന് രാത്രി നെടുവീർപ്പിടുന്ന ചിലരോട് ആത്മാവ് ആലോചന പറയുന്നു. ഇതെന്റെ പരിചയം കൊണ്ടല്ല, ഇതെന്റെ പരിശ്രമം കൊണ്ടുമല്ല, പ്രത്യുത ഈ യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് താങ്കൾ തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം ചെയ്തു പറയത്തക്ക നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം എന്റെ തമ്പുരാൻ ചെയ്യാൻ പോകുന്നു എന്ന് KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ ആലോചന കൈമാറുമ്പോൾ ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ചിലരോട് ഈ ആലോചന വിളിച്ചു പറയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ, ഈ വചനം ഇവിടെ ശുശ്രൂഷിക്കുമ്പോഴുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, നിന്റെ പരിചയം കൊണ്ടല്ല, നിന്റെ പരിശ്രമം കൊണ്ടല്ല, എന്റെ തമ്പുരാൻ ചിലത് നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. പണ്ടത്തതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട കേട്ടോ, ഇന്നലകളെ കുറിച്ച് ഓർക്കേണ്ട കേട്ടോ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, എന്റെ ദൈവം പുതിയതൊന്ന് നിനക്ക് വേണ്ടി ചെയ്യുന്നു. അതിനും തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇവർ നല്ല മനുഷ്യരല്ലേ? കർത്താവിന് വിശ്രമം അനുവദിച്ചിട്ട് ഇവർ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അശ്രാന്ത പരിശ്രമം നടത്തുകയല്ലേ. പക്ഷെ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ പരിശ്രമം കൊണ്ടൊന്നും പറ്റില്ല, ഇത് ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല. അവർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഹൃദയസ്പർശിയായൊരു പദം എൻ്റെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ? തെറ്റ് പറയാൻ വരട്ടെ അവരെ. നമ്മൾ ഏത് കാര്യങ്ങളെയും ഏത് കാര്യത്തെയും വിമർശനാത്മകമായി കാണാൻ ആഗ്രഹിക്കുന്നവരാ അല്ലേ? അത് മനുഷ്യപ്രകൃതി, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, ഞാൻ ആ ഭാഗത്തേക്കല്ല പോകുന്നത്. ഇവരുടെ ഭാഗത്താണ് ന്യായമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ? ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ചില ആൾക്കാരൊക്കെ പറയില്ലേ, കൈയും കാലും ഇട്ട് അടിക്കുകയല്ലേ. എങ്ങനെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടും ഒന്നും അറിയാത്ത ആളെ പോലെ ഇങ്ങനെ കിടന്നുറങ്ങണമെങ്കിൽ ഒരു കാര്യം ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി, അങ്ങേക്ക് ഒരു വിചാരവും ഞങ്ങളെക്കുറിച്ചില്ല.
ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഒന്ന് സ്വോത്രം പറഞ്ഞേ. ആരാധനാലയത്തിന്റെ 4 ചുവരിനകത്ത് പ്രസംഗം കേട്ട് കൈയടിക്കുമ്പോൾ അങ്ങനെ തോന്നുകയല്ല. പക്ഷേ വെളിയിൽ പച്ചയായ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോഴുണ്ടല്ലോ, മനസ്സ് തകർന്നും ഹൃദയം നൊന്തും കണ്ണും നിറഞ്ഞുമൊക്കെ നമ്മളും ചോദിച്ചിട്ടില്ലേ, കർത്താവേ ഇത്രയും കരഞ്ഞിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഉപവസിച്ചിട്ടും ഇതുപോലൊക്കെ ജീവിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താ എനിക്കൊരു മറുപടിയില്ലാത്ത, ഈ പ്രശ്നത്തിന് എന്താ ഒരു നീക്കുപോക്കില്ലാത്ത? ദൈവം പോലും എന്നെ കൈവിട്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്, നീ മൗനമായിരിക്കുന്നതെന്ത്? ദൈവം മൗനമായിരിക്കുന്നു, ദൈവം ദൂരത്തായിരിക്കുന്നു, ദൈവം പോലും എന്നെ മറന്നു, ദൈവം പോലും എന്നെ കൈവിട്ടു എന്നൊക്കെ ചോദിക്കത്തക്ക നിലയിൽ, എന്നൊക്കെ ചിന്തിക്കത്തക്ക നിലയിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽ ഞാനും നിങ്ങളും ഉലഞ്ഞു പോയിട്ടില്ലേ? ആമേൻ പറയാവോ? വിരൽ ചൂണ്ടപ്പെടലുകളുടെയും വിമർശനങ്ങളുടെയും തകർച്ചകളുടെയും മുമ്പിൽ നിന്ന് അല്ലേ, ഒന്ന് സ്തോത്രം ചെയ്ത് എൻ്റെ അവിടെ നിന്ന് വന്നേ. ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ, ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോയിരുന്നെങ്കിൽ, അപ്പൊ എന്താ ആത്മഹത്യ ചെയ്യാതെ? പറ. ജീവിതം നരകത്തിൽ കൊണ്ടിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ അല്ലേ? അല്ലേ? പ്രശ്നങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു വേളയെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? ഒരു വേളയെങ്കിലും നിലവിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? എൻ്റെ സഹോദരങ്ങളെ, കുറ്റമല്ല. എൻ്റെ തമ്പുരാൻ അതെല്ലാം അറിയാം. നമ്മളെ അവൻ അറിയാം, നമ്മുടെ സാഹചര്യങ്ങളെ അറിയാം, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളെ അറിയാം. നമ്മൾ പൊടിയെന്നോർക്കുന്ന ഒരു കർത്താവ്, നമ്മെ നന്നായി അറിയാവുന്ന ഒരു കർത്താവ്, അവന്റെ സ്നേഹത്തിന്റെ, അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ തലോടലല്ലേ ഇന്ന് രാത്രിയും ഇവിടെ ഇരിക്കാൻ നമുക്ക് അവസരം തന്നത്? ആ നാഥൻ എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? ആ കർത്താവിന് എങ്ങനെ നന്ദി പറയാതിരിക്കും? ചില സാഹചര്യത്തിന്റെ സന്ദർഭങ്ങളിൽ, ആ വേലിയേറ്റത്തിൽ അല്ലേ, വിരൽ ചൂണ്ടപ്പെടലുകളിൽ, വിമർശനങ്ങളിൽ തകർന്നും തരിപ്പണമായും ഞാനും നിങ്ങളും പൊട്ടിത്തെറിച്ചിട്ടില്ലേ? പ്രതികരിച്ചു പോയിട്ടില്ലേ? മനസ്സുകൊണ്ട് തകർന്നിട്ടില്ലേ? ഓ, ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ കീഴിൽ മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിച്ചിട്ടില്ലേ? എങ്കിലും ഇന്ന് രാത്രിയും കൃപയിൽ നിലനിർത്തിയ ദൈവമേ, അങ്ങേക്ക് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ഈ വചനത്തിന്റെ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ്. അതേ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു വശാട്ടോ. അതെ, അതെ, ദൈവം നാം പ്രതീക്ഷിച്ച സമയത്ത് ഇടപെട്ടില്ല എന്നുള്ളതുകൊണ്ട്, താങ്കൾ ചിന്തിച്ച സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല എന്നുള്ളതുകൊണ്ട് ദൈവം കൈവിട്ടു എന്ന് ചിന്തിക്കരുത്. ദൈവം ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കരുത്. ദൈവം കൈവിട്ടിട്ടില്ല, ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ ദൈവിക പദ്ധതിയിലേക്ക് ഈ പ്രതിസന്ധികളിലൂടെയും നമ്മെ നടത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഈ രാത്രി പ്രവചനമായ ആത്മാവ് പറയുന്ന ഈ വചനത്തിന്റെ ദൂത് ഏറ്റെടുക്കാൻ മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് പ്രവചനമായി ഈ രാത്രി ഈ ആലോചന കൈമാറുകയാണ്. ഇനി എന്താ കർത്താവ് ഇടപെടാഞ്ഞ്? നമ്മൾ പറയുന്നത് അവര് കർത്താവിനെ ഉറക്കി, പ്രശ്നങ്ങളുടെ ആരംഭത്തിൽ കർത്താവിനെ വിളിച്ചിരുന്നെങ്കിൽ കർത്താവ് പരിഹരിച്ചേനെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊന്നും തെറ്റല്ല കേട്ടോ. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു വെളിപ്പാടും തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഒരാമേനെന്ന് പറ. ഈ ഒരാള് ഓപ്പറേഷന് തയ്യാറായി കിടക്കുക. ഒരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചിട്ട്, ഓപ്പറേഷൻ ആണെന്നൊന്നും അറിയില്ല, പ്രാർത്ഥിച്ച് പറഞ്ഞു, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ. സന്ദർഭം അനുസരിച്ച് അത് തെറ്റാ. മനസ്സിലാവുന്നുണ്ടോ? ഉൽപ്പത്തി 22 വ്യാഖ്യാനം അനുസരിച്ച് തെറ്റാ. പക്ഷെ ആ ഒറ്റ പ്രാർത്ഥനയിൽ ഓപ്പറേഷൻ മാറിപ്പോയി.
അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, സന്ദർഭങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ അതിനെ ഒരു ചിന്തയിലേക്കൊന്ന് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. കർത്താവ് ഇങ്ങനെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇവർ കർത്താവിനെ ഉണർത്തിയില്ലെന്നാണോ അതിൻ്റെ ആശയം? ഈ കാറ്റടിക്കുന്നത് കർത്താവിന് അറിയില്ലേ? ഈ തിര അടിക്കുന്നത് കർത്താവിന് അറിയില്ലേ? ഈ പടക് മുങ്ങുന്നത് കർത്താവിന് അറിയില്ലേ? ഇവര് നിലവിളിക്കല്ലേ, ഇസ്രായേലിന്റെ പരിപാലകൻ പറ, ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട്. ഞാൻ സ്വോത്രം പറഞ്ഞേനെ, യേശുവിനെ ഞാൻ കുമ്പിട്ട് ആരാധിച്ചേനെ. ആരാധിക്കത്തില്ലെന്നല്ല, ഞാൻ ഇതൊന്ന് പറയാ. ഇവരാവശ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ കട്ടപ്പാട് ഞാൻ കണ്ടു, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് യേശു ആ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ എന്തോ സ്വോത്രം നമ്മൾ പറഞ്ഞേനെ അല്ലേ? അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നേ, അതല്ലേ കർത്താവ് ചെയ്യേണ്ടതും. പക്ഷെ കർത്താവ് പ്രതികരിച്ചില്ല. ചിലപ്പം ഇങ്ങനാന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഒരു തലം കൂടെ ഉണ്ടെന്ന്, വിശ്വാസ ജീവിതത്തിൽ ഇതം കൂടെ ഉണ്ടെന്ന്. സ്വർഗം ചിലപ്പോൾ പ്രതികരിച്ചില്ലെന്ന് വരാം, ദൈവം ഇടപെട്ടില്ലെന്ന് വരാം. അതിന്റെ അർത്ഥം ദൈവം തള്ളിക്കളഞ്ഞെന്നല്ല, ദൈവം ഉപേക്ഷിച്ചെന്നല്ല. അതിന്റെ തലം എന്താണെന്ന് ഞാൻ പിന്നീട് വ്യക്തമാക്കാം. ഇന്ന് രാത്രി ആശയക്കുഴപ്പത്തിൽ ആരെങ്കിലും കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, പിശാചിന്റെ പ്രാഗൽഭ്യത്തെ കെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആ കെട്ട് പൊട്ടിച്ച് പുറത്തു വാ. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, യേശുവിന് എന്നെ വേണം, യേശുവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്, യേശു എന്നെ കുറിച്ച് ഉത്തരവാദിത്തമുള്ള രക്ഷിതാവാണ്. ആത്മീക പ്രാഗൽഭ്യത്തെ കെടുത്തി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നിന്നെ അകറ്റി ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഉടച്ചു കളയാൻ ഈ രാത്രി വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ ശക്തികളുടെ മേൽ ആത്മാവ് ജയം കൽപ്പിക്കുന്നു. അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്തം ചെയ്യും. അപ്പൊ കർത്താവ് എന്താ പ്രതികരിക്കാഞ്ഞേ? പ്രതികരിക്കാഞ്ഞതിന്റെ കാര്യം എന്ന് പറയാം. യേശു കർത്താവ് എവിടെ തലയണ വെച്ചെന്ന സ്വോത്രം ചെയ്ത് പറ. അമരത്ത് തലയണ വെച്ചെന്ന അല്ലേ? അതെന്തിനാ അമരത്ത് തല വെച്ചേ? ഒരു കപ്പലിന്റെ, ഒരു പടകിന്റെ പ്രധാന ഭാഗം അമരമാണ്. നമ്മൾ തിരുവെഴുത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കപ്പൽ എത്ര വലുതാണെങ്കിലും, കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്നതാണെങ്കിലും, അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. പൗലോസൊക്കെ യാത്ര ചെയ്ത കപ്പൽ 276 പേര് ആ കപ്പലിലുണ്ട്. കാറ്റ് വീശിയടിച്ചു, തിര തള്ളിക്കയറി, ആ പടക് തകർന്നു. കടൽ കൂടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അണിയം ഉറച്ചു. തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പലുടഞ്ഞു. അപ്പൊ അമരം തകർന്നാൽ ഒരു പടകിന് നിലനിൽപ്പില്ല, അമരം തകർന്നാൽ ഒരു കപ്പലിന് നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ യേശു എവിടെ തലവെച്ചെന്ന? അമരത്ത് തലവെച്ചെന്ന. ഇവരെന്താ കർത്താവിനോട് പറയുന്നത്? ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ? പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെ കർത്താവിന് വിചാരം ഉണ്ടോ? ഉണ്ട്. എന്താ അതിന്റെ തെളിവ്? എത്ര നേരമായി കാറ്റടിക്കുക, എത്ര നേരമായി തിര തള്ളിക്കയറുക, എത്ര നേരമായി ഇതിനെ മുക്കാൻ ദുഷ്ടശക്തി ഉറഞ്ഞു തുള്ളുക. എന്നാൽ കാറ്റത്തും ഹല്ലേലൂയ തള്ളിക്കയറുന്ന തിരയിലും എന്താ മുങ്ങാത്തെന്നറിയാവോ? എന്താ ഉടയാത്തെന്നറിയാവോ? ശിഷ്യന്മാരെ, ഈ കാറ്റ് നിങ്ങൾക്ക് യാദൃച്ഛിക, ഈ പ്രതിസന്ധി നിങ്ങൾക്ക് അപ്രതീക്ഷിതമാ. പക്ഷെ ഈ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഇതിനെ ഉടച്ചു കളയാൻ, ഇതിനെ തകർത്ത് കളയാൻ, ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ദുഷ്ടശക്തി അവന്റെ ആവനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും പ്രയോഗിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു പോറലു പോലും നിനക്ക് വരാതെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ നടുക്കടലിൽ ഈ പടകൊടുങ്ങാതെ ഇതിനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഞാൻ വിശ്വസ്തനായതുകൊണ്ട്, ഞാൻ ശക്തനായതുകൊണ്ട് ഈ കാറ്റത്ത് നിന്നെ നിൽക്കാൻ അനുവദിച്ചത്, ഈ തിരയിൽ നിന്നെ നിൽക്കാൻ അനുവദിച്ചത്. അതരം തുറന്നു സ്തോത്രം പറയാൻ ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവമക്കൾ മാത്രം അക്കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ.
ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരേ, പിറകോട്ട് ഇറങ്ങി തിരിഞ്ഞെന്ന് ചിന്തിച്ച്, കാറ്റ് വീശി അടിക്കാഞ്ഞിട്ടാണോ? തിര തള്ളി കയറാഞ്ഞിട്ടാണോ? തകർക്കാൻ പിശാച് പദ്ധതി കെണികൾ ഒരുക്കാഞ്ഞിട്ടാണോ? ഭയങ്കരവും അതിശയകരവുമായി ഇന്ന് രാത്രിയും ഞാൻ നിൽക്കുന്നത്, നാം ഇരിക്കുന്നത് പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ലോ, പകരാൻ പിശാച് പദ്ധതികൾ ഒരുക്കാഞ്ഞിട്ടല്ലോ. ഈ 2021 ഡിസംബർ മാസം 25-ാം തീയതിയും ഇന്ന് രാത്രിയും കൃപയുടെ ബഹുത്വത്താൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എൻ്റെ തമ്പുരാൻ അനുവദിച്ച അവസരത്തിനായി ഈ രാത്രി ദൈവത്തിന് നന്ദി പറ. പരിശുദ്ധ ഈ രാത്രി വിരൽ ചൂണ്ടി ദൂത് പറയുക, 6 കഷ്ടത്തിലെ യഹോവ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടാൻ എന്റെ നാഥൻ അനുവദിക്കില്ല. ഇന്നലകളിൽ വീശിയടിച്ച കാറ്റിന്റെ നടുവിൽ, തള്ളിക്കയറിയ തിരയുടെ നടുവിൽ നിന്നെ മുടിച്ചു കളയാൻ ദുഷ്ടശക്തികൾ എയ്ത് വെട്ടി അമ്പുകളുടെ മുമ്പിൽ നിന്നെ നിർത്തിയ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഈ പ്രതിസന്ധികളുടെ നടുവിലും നിന്നെ നിർത്താൻ ശക്തൻ. ഇതിൽ പരമൊരു ദൈവ ശബ്ദം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണോ? ആ ദൈവ ശബ്ദത്തിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവേ, ഞാൻ അവരെ സൂക്ഷിച്ചു. രാമേൻ എന്ന് പറഞ്ഞ് നടുക്കടലിൽ ഒടുക്കിക്കളയാൻ, ദുരന്ത കഥാപാത്രങ്ങളാക്കി മാറ്റാൻ ദുഷ്ടശക്തികൾ പദ്ധതികൾ ഒരുക്കിയപ്പോഴും കെണികൾ ഒരുക്കിയപ്പോഴും ഞാൻ വിട്ടുകൊടുത്തില്ല. തകരാൻ ഞാൻ അനുവദിച്ചില്ല. ഒരു ദോഷം സംഭവിക്കാൻ ഞാൻ അനുവദിച്ചില്ല. തലമുടി നാരിനെ തൊടാൻ ഞാൻ അനുവദിച്ചില്ല. ഞാൻ അവരെ സൂക്ഷിച്ചു, ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി വിശ്വാസിയെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്നു, ദുഷ്ടശക്തി ഉറഞ്ഞു തുള്ളട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ, ദുരാത്മാവിന്റെ ശക്തികൾ നിനക്കെതിരെ ഇന്ന് രാത്രി വീശിയടിക്കട്ടെ. ദുഷ്ടശക്തി നിന്നെ തൊടാതെ, ഒരു ദോഷവും ചെയ്യാതെ ഇന്ന് രാത്രി തന്റെ രക്തവലയത്തിനകത്ത്, യേശുവിന്റെ രക്തവലയത്തിനകത്ത് നിന്നെ മറയ്ക്കുന്ന ദൈവശക്തിക്കായി ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യേശുവേ നന്ദി. എത്ര പേർക്ക് നല്ല ആമേൻ പറയാൻ ആത്മാവിൽ നിയോഗമുണ്ട്? കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. പിതാവേ, ഞാൻ അവരെ സൂക്ഷിച്ചെന്ന് പറയുമ്പോൾ ഈ സംഭവം കർത്താവിന്റെ മനസ്സിലൂടെ മിന്നി മറയുന്നില്ലേ? രണ്ടാമത്തെ ഒരു സംഭവം പറയാം. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ശീമോനെ, ശീമോനെ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ? ഒന്ന് ഒരുമിച്ച് പറ. നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ അനുവദിച്ചതില്ല. തുള്ളിച്ചാടി സ്വോത്രം ചെയ്യേണ്ട പദങ്ങൾ അതൊക്കെ കേട്ടോ. ഈ സ്വർഗത്തിൽ വരെ ചെല്ലാനുള്ള അനുവാദം പിശാചിനുണ്ട്. യോബിന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു പ്രത്യേക കാലഘട്ടം വരെ ദൈവത്താലുള്ള അനുവാദം അവനുണ്ട്. എവിടം വരെ ചെല്ലാൻ? സ്വർഗം വരെ ചെല്ലാൻ. പക്ഷെ സ്വർഗത്തിൽ അവന് അധികാരമൊന്നുമില്ല. വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഔദാര്യം കൊണ്ട് അവിടം വരെ ഒന്ന് പോയിട്ട് പോരാ. അധികാരമൊന്നും അവനില്ല. എന്നാൽ അവൻ അധികാരമുള്ള ഒരിടം ഇവിടെ ഉണ്ട്, അത് ഈ ഭൂമിയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചം അവൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. പിശാച് യേശു കർത്താവിന് പറയുന്നു, ഇതെല്ലാം എങ്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ അങ്ങേക്ക് തരാം. അപ്പം ഇന്ന് ദൈവത്താൽ അനുവദിക്കപ്പെട്ട സമയം വരെ സ്വർഗത്തിൽ അവന് ചെല്ലാം. പക്ഷെ പിശാചിൻ്റെ മുമ്പിൽ മനുഷ്യൻ പാപത്താൽ കുറച്ച് അധികാരങ്ങൾ അടിയറവ് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, അവൻ അധികാരമുള്ള സ്ഥലം ഭൂമി. അവന് ചെല്ലാൻ
അനുവാദമുള്ള സ്ഥലം സ്വർഗം. എന്നാൽ ഈ ഭൂമിയിൽ അവൻ അധികാരമുണ്ടെങ്കിലും എൻ്റെ തമ്പുരാന്റെ അനുവാദം കൂടാതെ അവൻ എത്തി നോക്കാൻ കഴിയാത്ത ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് യേശുവിന്റെ ചങ്കില് ചോരയാൽ വില കൊടുത്ത് വാങ്ങപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നിങ്ങൾ ദൈവത്തെ സേവിക്കുന്ന, നിങ്ങൾ പാർക്കുന്ന സ്ഥലം എത്ര പൈശാചിക ശക്തികളുടെ വിളനിലമാണെങ്കിലും ഈട്ടില്ലമാണെങ്കിലും ഏത് കുടിയിരിപ്പ് ശക്തികൾ ഇന്ന് രാത്രി അപ്രമാദിത്യം പുലർത്തുന്ന ഇടമാണെങ്കിലും ആ തരത്തിൽ അഭിഷേകമുള്ള അഭിഷക്തന്മാർ ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറ, ഹേ ദുഷ്ടപിശാചേ, നിന്റെ അധികാരം എത്ര പ്രബലമായി നീ വെച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണെങ്കിലും എന്റെ തമ്പുരാന്റെ അനുവാദമില്ലാതെ എന്നെ എത്തി നോക്കാൻ പോലും നിനക്ക് കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ഉറച്ച ശബ്ദത്തിൽ അധികാരത്തോടെ പറയാൻ കൃപ ലഭിച്ച എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. എന്നെ 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 ത്രസിപ്പിച്ച ആശയ എന്നോട് അനുവാദം ചോദിച്ചു. നിന്നെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചെന്ന് അർത്ഥം, എൻ്റെ അനുവാദം ഇല്ലാതെ, എൻ്റെ സമ്മതം ഇല്ലാതെ നിന്നെ തൊടാൻ പറ്റിയല്ല, നിന്നെ എത്തി നോക്കാൻ പറ്റിയല്ല. ഇന്ന് രാത്രി ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, കൊടിയ ദുർഭൂത ശക്തികൾ, പൈശാചിക ശക്തികൾ എത്ര പ്രബലമെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറ, ഏ പൈശാചിക ശക്തിയെ, ഏ ആഭിചാര ശക്തിയെ, കുടിയിരിപ്പ് ശക്തിയെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൽപ്പിക്കുന്നു, അഴിഞ്ഞു മാറ്. എന്റെ തമ്പുരാന്റെ അനുവാദമില്ലാതെ, യേശുവിന്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശുവിൻ നാമത്തിൽ ചില ആഭിചാര ശക്തികൾ നിർവീര്യമാകട്ടെ, മന്ത്രവാദ ശക്തികൾ നിർവീര്യമാകട്ടെ, പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ. അതരം തുറന്ന് ആവേശത്തോടെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് ഈ രാത്രി വചനത്താൽ അത് ചെയ്യുന്നു. വേറെ ഒരാശയം കൂടെ എൻ്റെ മനസ്സിലേക്ക് ആത്മാവ് തരുന്നു. ഇതിപ്പോ ലൈവ് നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്ന പോലെ നടക്കുന്നതല്ല. പത്രോസേ, ഇത് നേരത്തെ നടന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പൊ പിശാച് അവകാശവാദവുമായി വന്നതും യേശു കൊടുക്കാതിരുന്നതും ഇവരറിഞ്ഞില്ല. മനസ്സിലായില്ല? ഇന്നലകളിൽ സാത്താൻ വന്നെന്ന്, പക്ഷെ ഞാൻ അനുവദിച്ചില്ലെന്ന്. അവൻ വന്നതും ഞാൻ അനുവദിക്കാതിരുന്നതും നീ അറിഞ്ഞില്ല. ഇപ്പോഴാ അറിഞ്ഞത്. 2021 ഡിസംബർ മാസം 25-ാം തീയതിയെ സ്തോത്രം ചെയ്ത് പറഞ്ഞോണം, നാം അറിയാത്ത പല കുഴികളും പിശാചു വെട്ടിയതാ. നമ്മൾ അറിയാത്ത തല തകർച്ചയുടെ വലയും പിശാചു വെച്ചതാ. പക്ഷെ നീ പോലും അറിയാതെ തമ്പുരാൻ അതിനെ ഒഴിവാക്കി തന്നതാ, ദൈവം അതിനെ മാറ്റി തന്നതാ. അതുകൊണ്ടാ ഇന്ന് രാത്രി ആരോഗ്യത്തോടെ വന്നിരിക്കുന്നത്, ആയുസ്സോടെ വന്നിരിക്കുന്നത്, ഇന്ന് രാത്രിയും കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് തിരിയുന്നുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സഹോദരങ്ങളെ, ചില ദുരന്തങ്ങളൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വന്ന് നടന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയും, അല്ലേ? ഈ ഭയങ്കര അപകടം വരേണ്ടതായിരുന്നു, എങ്കിലും ഒന്ന് ചെറുതായിട്ട് തട്ടിയിട്ട് അങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. അപ്പൊ പലതും തൊട്ടുരുമി പോകുമ്പോൾ നമ്മൾ പറയും ദൈവം സൂക്ഷിച്ചു. പക്ഷെ ഇനി ഒന്നും തൊട്ടുരുമി പോയില്ലേലും സ്തോത്രം പറയാൻ മടിക്കരുതെന്ന്. എന്നാന്നറിയോ? പലതും വന്നതാ, പക്ഷെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പേ എൻ്റെ തമ്പുരാൻ തകർത്ത് കളഞ്ഞതാ, ദൈവമില്ലായ്മയാക്കിയതാ. ഇന്ന് രാത്രി കുറിച്ചു വെച്ചോ, ലക്ഷ്യസ്ഥാനത്തു നിന്ന് പുറപ്പെട്ടതാ, പക്ഷേ ഉത്ഭവസ്ഥാനത്തുനിന്ന് പുറപ്പെട്ടെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് പാതി വഴിക്ക് തകർത്ത് കളഞ്ഞതുപോലെ എൻ്റെ തമ്പുരാൻ നടത്തിയ ചില ഇടപെടലുകളാ ഇന്ന് രാത്രിയും ഇവിടെ ഇരിക്കുന്നതെന്ന് ആത്മാവ് പറയുമ്പോൾ യേശുവേ നന്ദി എന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ദൂത് ഞാൻ പറയാം, ഏത് ദിവസത്തിൽ തന്നെ തെളിവ് പറയാം. യാക്കോബ് അമ്മാച്ചന്റെ വീട്ടിൽ നിന്ന്, അമ്മായപ്പന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരിക. വരുമ്പോൾ അവന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി നിപ്പുണ്ട്. ഏതാ പ്രതിസന്ധി എന്നറിയാമോ? 10-20 വർഷങ്ങൾക്ക് പിറകിൽ
ജ്യേഷ്ഠൻ പറഞ്ഞൊരു പദം, ഞാൻ നിന്നെ കൊല്ലും. പക്ഷെ ഇപ്പം കൊല്ലാത്തതിൻ്റെ കാര്യം എന്നറിയാവോ? അപ്പൻ മരിക്കാറായിരിക്കുക. ഇപ്പം ഞാൻ കൊലപാതകനായാൽ, ഒരു മകൻ മരിച്ചു മറ്റൊരു മകൻ കൊലപാതകനായെന്നും കൂടെ അറിയിച്ചാൽ അപ്പൻ ദുഃഖിക്കും. ദുഃഖത്തോടപ്പൻ്റെ കണ്ണ് അടയണ്ട. അപ്പനൊന്ന് കണ്ണടച്ചോട്ട്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പ്ലീസ്, എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? അപ്പം ഞാൻ നിന്നെ കൊല്ലും. ആര് പറയുക? ഏശാവ് പറയുക. ഇപ്പം ചെയ്യാത്തത് അപ്പനൊന്നും മരിക്കാനാ. റിബേക്ക പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, യാക്കോബിനോട് പറയടാ, അവൻ എൻ്റെ മോനല്ലേ, ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം. അവൻ്റെ കോപം മാറിക്കഴിയുമ്പം നിന്നെ ആളയച്ച് വിളിപ്പിക്കാം. അപ്പം അമ്മ പറഞ്ഞു, ആളയച്ച് വിളിപ്പിക്കാമെന്ന്. എപ്പോഴാ? ഇവൻ്റെ കോപം മാറിയ ശേഷം. 10-20 വർഷം കഴിഞ്ഞ് കേട്ടോ, യാക്കോബ് പ്രതീക്ഷിച്ചു വീട്ടിൽ നിന്ന് ആള് വരുമെന്ന്. ഒരുത്തനും വന്നില്ല. ഒരു ആമേനെന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് വന്നേ. അപ്പം ആള് വരാത്തതിൻ്റെ കാര്യം എന്നാ? യാക്കോബിന് ഒരു കാര്യം ഉറപ്പായി, ജ്യേഷ്ഠൻ്റെ കോപം മാറിയിട്ടില്ല. മാറിയാൽ ആള് വിടാമെന്ന അമ്മ പറഞ്ഞേക്കുന്നത്. പക്ഷേ അമ്മ ആളയച്ചില്ലെങ്കിലും ദൈവം പറഞ്ഞു മതി, പൊക്കോളാൻ പറഞ്ഞു. വീട്ടിലെ സാഹചര്യം അറിയത്തില്ലേലും, ജ്യേഷ്ഠൻ്റെ മനോഭാവം അറിയത്തില്ലേലും, തമ്പുരാൻ പോകാൻ പറഞ്ഞപ്പം മുമ്പും പിമ്പും നോക്കിയില്ല, എടുത്തൊരു ചാട്ടം വെച്ച് കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, സാഹചര്യത്തെ നോക്കി ദൈവഹിതത്തിന് ചുവട് വയ്ക്കാതെ അറച്ചു നിൽക്കരുത്. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തല്ലും ഭയപ്പെട്ടില്ല. ഇന്ന് രാത്രി വ്യക്തവും കൃത്യവുമായി ഒരു ദൈവഹിതം താങ്കളുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടിയാൽ അറച്ചു നിൽക്കരുത്. ദൈവഹിതത്തിന് എടുത്തു ചാടിക്കണം. അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇത് ചിലരോടുള്ള ദൈവ ശബ്ദമാണ്. ഇങ്ങനെ പോകുമ്പോഴേ കാലിന്റെ വേഗത കുറയുന്നു, ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുന്നു. എന്നാന്നറിയാവോ? തമ്പുരാനെ, അവനെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? അങ്ങനെ അഭിമുഖീകരിക്കുമ്പം ഏശാവിൻ്റെ പ്രതികരണം എന്തായിരിക്കും? അപ്പം എങ്ങനെ ഞാൻ 20 വർഷമായി പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നം ഏശാവിനെ എങ്ങനെ അഭിമുഖീകരിക്കും? അവൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും? യാക്കോബിന് അറിയാവുന്ന പ്രതിസന്ധി ഏശാവാ. എല്ലാവരും എന്നോട് വരുന്നുണ്ടോ? ദൈവവചനത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. എന്നാൽ അവൻ അറിയാത്തൊരു പ്രതിസന്ധി അവൻ്റെ പിറകെ വരുന്നുണ്ട്. അവൻ്റെ പിറകെ വരുന്ന പ്രതിസന്ധി ആരാന്നറിയാവോ? ലാബാനാ. ഇവൻ പോയി 3-ാം ദിവസമാണ് ലാബാൻ അറിയുന്നത് കബളിപ്പിച്ച് മുങ്ങിയെന്ന്. ലാബാൻ ആളും ആരവാരവുമായി അവൻ്റെ പിറകെ വന്നു. 7-ാമത്തെ ദിവസം ഗിലെയാദ് പർവ്വതത്തിൽ യാക്കോബ് എത്തി, ലാബാനും എത്തി. കയ്യെത്താവുന്ന ദൂരത്ത് ലാബാന് യാക്കോബിനെ കിട്ടി. നേരം വെളുത്താൽ യാക്കോബിനെ പിടിക്കാൻ പോകുക ലാബാൻ. പക്ഷെ അന്ന് രാത്രി ലാബാന്റെ അടുക്കൽ എൻ്റെ ദൈവം ഇറങ്ങി. എന്നിട്ട് ലാബാനോട് പറയുക, യാക്കോബ് എന്റെ ദാസനാ, അവനോട് ഗുണമോ ദോഷമോ നീ ചെയ്തു പോകരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ഇനി ഒരു ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ. ഇപ്പോഴത്തെ ദിവസം യാക്കോബിനോട് ലാബാൻ പറയല്ല, യാക്കോബേ നീ വിദഗ്ധമായി രക്ഷപ്പെട്ടെന്നൊന്നും ചിന്തിക്കണ്ട, നിന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ തന്നെ ഞാൻ വന്നേ. അതിനുള്ള ആളും സന്നാഹവും എനിക്കുണ്ട്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. എന്നാന്നറിയാവോ? ഇന്നലെ രാത്രി നിന്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിന്നോട് ഗുണമോ ദോഷമോ ചെയ്തു പോകരുതെന്ന്. അപ്പൊ ലാബാൻ വന്നത് യാക്കോബ് അറിഞ്ഞില്ല, ദൈവം ഇടപെട്ടതും യാക്കോബ് അറിഞ്ഞില്ല. അവൻ അറിയാവുന്ന പ്രതിസന്ധി ഏശാവായിരുന്നു. അവൻ അറിയാത്ത പ്രതിസന്ധി ലാബാന്യ വേഷത്തിൽ അവനെതിരെ വന്നതാ. പക്ഷെ അവൻ പോലും അറിയാതെ എന്റെ ദൈവം അതിനെ ഒഴിവാക്കിയതാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പ്രവചനം വിളിച്ചു പറയുക, നീ അറിയാതെ നിന്നെ പിന്തുടരുന്ന, നിന്നെ തകർത്ത് കളയാൻ, നിന്നെ നശിപ്പിച്ചു കളയാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി പദ്ധതിയിടുന്ന ചില പോരുകൾ ആത്മാവ് വചനത്താൽ ഈ രാത്രി അഴിച്ചു മാറ്റുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അതരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ മാത്രം അക്കരമടിച്ച് ശക്തിയോടെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. സഹോദര, താങ്കൾ അറിയാതെ അദൃശ്യ മണ്ഡലത്തിൽ ദുഷ്ടശക്തികൾ തയ്യാറാക്കുന്ന ചില പദ്ധതികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിൽ വചനത്താൽ അടിച്ചു മാറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതരം തുറന്ന് സ്തോത്രം ചെയ്യാൻ മനസ്സുള്ള ദൈവമക്കൾ മാത്രം അക്കരമടിച്ച് അധരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ.
കർത്താവിന് നന്ദി പറയുന്നു. ശ്രദ്ധിച്ചേ, പിതാവേ, ഞാൻ അവരെ സൂക്ഷിച്ചു. ആമേൻ പറഞ്ഞേ. ഇവരെ ഗോതമ്പ് പോലെ പാറ്റാൻ, ഇവരെ നശിപ്പിച്ചു കളയാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു വന്നതാ. ഞാൻ അനുവദിച്ചില്ല. അവരറിയാതെ അവർക്കെതിരെ തകർച്ചയുടെ കുഴി ദുഷ്ടശക്തി വെട്ടിയതാ. ഞാൻ സമ്മതിച്ചില്ല, ഞാൻ അനുവദിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ അത് പറയാം, എന്നിട്ട് അടുത്ത പദത്തിലേക്ക് വരാം. നാം ഒരിക്കൽ നിത്യതയിലെത്തും. ഹല്ലേലൂയ. നാഥന്റെ മുൻപിൽ നാം ചെല്ലും. അന്ന് നിറകണ്ണുകളോടെ പറയും, യേശുവേ, ഈ നിത്യതയിൽ ഞാൻ എത്തിച്ചേരാതിരിക്കാൻ പിശാച് എന്തെല്ലാം തകർച്ചയുടെ കുഴി വെട്ടിയതാ, എന്തെല്ലാം കുരുക്കുകളും കെണികളും ഒരുക്കിയതാ എന്ന ഞാൻ പോലും അറിയാതെ ആ കുഴികളെ ഒഴിവാക്കി ആ കുരുക്കുകളിൽ നിന്ന് വിടുവിച്ച് എന്നെ നിത്യതയിൽ എത്തിച്ച ദൈവകൃപയെ നന്ദി എന്ന് പറയാൻ ഒരു നിത്യത നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ ചങ്കൂറ്റമുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് അവിടെ തന്നെ ഒത്തിരി നേരം നിന്നാ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദീർഘദൂരം 250 കിലോമീറ്റർ മിച്ചം ഞാൻ യാത്ര ചെയ്ത് വന്നുമ്പോൾ നിത്യതയുടെ ഒരു ദൂതും കൂടെ പറയണ്ടേ? ആമേൻ. അതുകൂടെ പറഞ്ഞാലല്ലേ നമ്മുടെ വിഷയം പൂർണ്ണമാകൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ബ്രേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ പ്രാർത്ഥനയിലേക്ക് വരികയാണ്. യേശു കർത്താവിനായി പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ പറയാം. യേശു യേശുവിനായി പ്രാർത്ഥിക്കുന്നു. യേശു നമുക്കായി പ്രാർത്ഥിക്കുന്നു. 3, യേശു ശിഷ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന, യേശു കർത്താവിനായി പ്രാർത്ഥിക്കുന്നു. എന്താ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപേ എനിക്ക് അങ്ങയുടെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ പ്രാർത്ഥനയുടെ ഗൗരവം എന്താണെന്ന് ഞാൻ പറയാം. ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മണ്ണിലേക്ക് വരുമ്പോൾ തന്റെ ദൈവത്വമല്ല, പ്രത്യുത ദൈവത്വത്തിന്റെ മഹത്വമാണ് വേണ്ടെന്ന് വെച്ച് വന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതൽ ക്രിസ്തുവിന്റെ മനസ്സ് തന്നെ, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി, അല്ലേ, അനുസരണമുള്ളവനായി, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. വിശദീകരിക്കുന്നില്ല. അപ്പൊ യേശു കർത്താവ് മണ്ണിൽ വരുമ്പോൾ ദൈവത്വമല്ല, ദൈവത്വത്തിന്റെ മഹത്വമാവേണ്ടെന്ന് വെച്ച് വന്നത്. എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ചു വന്നു? അതറിയണമെങ്കിൽ ഏദനിലേക്ക് നമുക്കൊന്ന് വരണം. എന്താ ആദാമ്യ പാപം എന്താണെന്ന് നന്നായി വിശദീകരിക്കേണ്ടതാണ്. ഒറ്റ ചിന്ത. നയപരമായി പിശാച് വന്ന് ഹവ്വായോട് ചോദിക്കുകയാണ്, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് വാസ്തവമായി ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വായുടെ മറുപടി ഇല്ലില്ലില്ലില്ലില്ല, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലമൊന്നും തിന്നരുതെന്ന് തമ്പുരാൻ കൽപ്പിച്ചിട്ടില്ല. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നും മാത്രമല്ല തൊടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിന് കൊടുക്കുന്ന വ്യാഖ്യാനം തെറ്റല്ല. മെനഞ്ഞു കെട്ടി കരുതിക്കുട്ടി ഹവ്വ ഒരു പോഷ്ക് പറഞ്ഞു, ആ വിടവിലൂടെ പിശാച് കയറിയെന്നാണ്. ഞാൻ അതിനെ എതിർക്കുന്നില്ല, അതൊരു വശമാണ്. പക്ഷെ അതിനൊരു മറുവശം കൂടില്ലേ? ഇത് തൊടരുതെന്നും കൂടെ ദൈവം പറഞ്ഞെന്ന് പറയുമ്പം കരുതിക്കുട്ടി ഒരു പോഷ്ക് പറഞ്ഞു എന്നതിനേക്കാൾ സത്യത്തിൽ ആ പാവ സഹോദരി ആ വൃക്ഷഫലം പറിച്ചു തിന്നാൻ പോയിട്ട് തൊടാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നോട് ചേർന്നൊരു ആമേനൊന്ന് പറ. ശരിയല്ലേ? അങ്ങനൊരു നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വൃക്ഷഫലം തൊടാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ല എന്നൊരു വശം ഇല്ലേ അവിടെ? അങ്ങനെയാണെങ്കിൽ വിലക്കപ്പെട്ട, തൊടാൻ പോലും ആഗ്രഹിക്കാത്ത കനിയിലേക്ക് എങ്ങനെ കൈ നീണ്ടത്? കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ഹൃദയ നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോ അവന്റെ ഉപായം, അവന്റെ ചതി
എന്താ പിശാചിന്റെ ഉപായം, എന്താ പിശാചിന്റെ ചതി? പിശാച് പറയണേ, എന്തിനാ ദൈവം തിന്നരുതെന്ന് പറഞ്ഞെന്നറിയാവോ? തിന്നാലേ നിങ്ങൾ ദൈവത്തെ പോലാകും. അത് ദൈവത്തിന് താല്പര്യമില്ല. അപ്പോഴാണ് ഹവ്വായിക്ക് കത്തിയത്. അത് പറ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, ഇതിൻ്റെ മാത്രം ഫലം തിന്നരുതെന്ന് ഉടയതമ്പുരാൻ പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്ന അതന്നെ അങ്ങനെ പറഞ്ഞെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ദൈവം അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാവരും എന്നോട് ശ്രദ്ധിക്കണേ. പിശാച് കൊടുത്ത ചിന്ത എവിടെ മനുഷ്യനിരിക്കുമ്പോഴാ? 8-ാം സങ്കീർത്തനം വീട്ടിൽ ചെന്നത് വായിച്ചാൽ മതി. ദൈവമേ, നിഷ്പാപയുഗത്തിൽ സൃഷ്ടിയിൽ അവരെങ്ങനായിരുന്നു? ദൈവമേ, നിന്റെ കൈകളുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിപ്പാൻ അവൻ എന്തും മാത്രം അങ്ങവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. തേജസ് അണിഞ്ഞ് മഹത്വം അണിഞ്ഞ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ അകത്ത് പിശാച് കൊടുത്ത കൊടിയ തെറ്റിദ്ധാരണ നിങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ശ്രദ്ധിക്കണേ, ഇതാ സുവിശേഷത്തിന്റെ പ്രധാന സന്ദേശം. ബൈബിളിന്റെ ആകെ തുക ഇന്ന് രാത്രി നിങ്ങൾ അറിയണം. അപ്പം മനുഷ്യൻ പാപത്താൽ അവൻ്റെ തേജസ്സും മഹത്വവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെടുത്തി. ദൈവം എന്താ ചെയ്തെന്നറിയാവോ? ദൈവം ചെയ്തത് എന്താണെന്ന് പറഞ്ഞതിന് മുമ്പ് മനുഷ്യപ്രകൃതി എന്താ? മനുഷ്യന്റെ പ്രവണത താണ നിലയിൽ നിന്ന് ക്രമാനുഗതമായി ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെടുക. ശരിയല്ലേ? രാമൻ എന്ന് പറഞ്ഞേ. ഉയർന്ന പദവിയിൽ നിന്ന് താഴോട്ട് വരാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? ഇല്ല. താണതിൽ നിന്ന് എത്രയും ഉന്നതിയിലെത്താമോ അവിടം വരെ എത്തുക, അതാണ് മനുഷ്യപ്രവണത. തെറ്റല്ല, അത് നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ദൈവം എന്നാ ചെയ്തെന്നറിയാവോ? മനുഷ്യ, പിശാച് നിന്നോട് എന്നാ പറഞ്ഞത്? നീ എന്നെ പോലാകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നല്ലേ? എന്നാൽ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തുറന്ന് കാണിച്ചു തരാം. അതിനെൻ്റെ ദൈവം എന്താ ചെയ്തെന്നറിയാവോ? മനുഷ്യൻ താണതിൽ നിന്ന് ഉയർന്നതിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുമ്പോ സ്വർഗത്തെക്കാൾ ഉന്നതൻ, ഈ അഖിലാണ്ട ഘടാകത്തിന്റെ ഊട്ടയവൻ, സകലത്തിന്റെയും സൃഷ്ടാവ്, തേജസ്സിന്റെ കർത്താവ് മനുഷ്യനായി തന്റെ തേജസ്സും ബഹുമാനവും മഹത്വവും വേണ്ടെന്ന് വെച്ച് ഈ മണ്ണിലേക്ക് വന്നു. അതുകൊണ്ടല്ലേ പുതിയ നിയമം പറയുക, തിരുവെടുത്ത് പറയുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മണ്ണിലേക്ക് വന്നു. അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, അതാണ് സുവിശേഷം. എൻ്റെ കർത്താവ് അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി നേരം പ്രസംഗിക്കാൻ കൊള്ളാമെന്നുണ്ട്, പക്ഷെ തിരിച്ചെനിക്ക് കുമ്മളിക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. എൻ്റെ കർത്താവ് അങ്ങനെ വന്നതുകൊണ്ട് നമുക്കെന്താ ഗുണം കിട്ടിയതെന്നറിയാമോ? വായിക്കണ്ട കേട്ടോ, ഇനിയുള്ള വാക്യങ്ങൾ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞേക്കാം. റോമാലേഖനം 8:18 ഒരുമിച്ച് ചേർന്നൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലതാ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. ഒരുമിച്ച് ദൈവമക്കൾ എന്ന് വിളിച്ചു പറഞ്ഞ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. അപ്പൊ നമ്മൾ ഒരു തേജസ് വെളിപ്പെടാനുണ്ട്. ഇനി നമ്മൾ എന്തിനാ രക്ഷിക്കപ്പെട്ടത്? 2 തെസ്സലോനിക്ക ലേഖനം വായിക്കേണ്ട 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. രക്ഷിക്കപ്പെട്ടത് എന്തിനാ? രക്ഷിക്കപ്പെട്ടവർ എന്തിനാ നിൽക്കുന്നത്? ഒന്നല്ലാതെ മറ്റൊരു ലക്ഷ്യം അതിനില്ല. ആത്യന്തിക ലക്ഷ്യം ഇതാണ്, എന്റെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനുണ്ട്. നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അയ്യോ, നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് സഹകരിച്ച്. എൻ്റെ വോക്കൽ കോഡിനെല്ലാം ആകപ്പാടെ പ്രശ്നം വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ പറയരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഞാൻ ആവേശം കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. നിങ്ങളിങ്ങനെ ഒന്ന് സഹകരിച്ച് വരണം. പലപ്പോഴും പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ അങ്ങനെ ശാന്തമായിട്ട് പറഞ്ഞിട്ട് വായിപ്പിച്ച് പോകാമെന്ന്. പക്ഷെ പ്രസംഗത്തിൽ നിൽക്കുമ്പോൾ ഒരു ആവേശമല്ലേ, അതുകൊണ്ട് അങ്ങ് പറയുക. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ,
നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അടുത്തത്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. എഴുതി വെച്ചോണം കേട്ടോ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളനാദത്തിങ്കൽ എന്റെ കർത്താവിന്റെ മടങ്ങി വരവിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് കിട്ടാൻ പോകുന്ന തേജസ്, കിട്ടാൻ പോകുന്ന മഹത്വം നഷ്ടപ്പെട്ട ആദാമ്യ തേജസ് അല്ല. എന്റെ യേശു ഏതു തേജസ്സിലാണോ, എന്റെ കർത്താവ് ഏതു മഹത്വത്തിലാണോ, ആ തേജസ്സിലേക്ക്, ആ മഹത്വത്തിലേക്ക് എന്നെ നയിക്കാൻ തേജസ്സിന്റെ കർത്താവ് എനിക്ക് വേണ്ടി മണ്ണിൽ മനുഷ്യനായി വന്ന അതുല്യ ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയരേ, യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമുക്കൊന്ന് വരണ്ടേ? എബ്രായ ലേഖനം 1 എടുത്ത്, എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആമേൻ. രക്തം ചെയ്യും. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. മതി, ഒന്ന് നിർത്തി വായിക്കണേ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അടുത്തത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ആരാ അനേകം പുത്രന്മാർ? പെന്തക്കോസ്ത് മുതൽ കാഹളനാദം വരെ. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശ് മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട കോടാനുകോടി ഭക്തന്മാരെ കുറിച്ച്, ഭക്തമതികളെ കുറിച്ച് പറയുകയാണ്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അടുത്തത്, അവരുടെ രക്ഷാനായകനെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, നമ്മെ തേജസ്സിലേക്ക് നടത്താൻ നമ്മുടെ കർത്താവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശു കർത്താവിൽ എന്തെങ്കിലും അപൂർണതയുള്ളത് കൊണ്ട് ആ അപൂർണത നികത്തിയിട്ട് എന്റെ തേജസ് പൂർത്തീകരിക്കാവുന്നല്ല. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയെന്ന് പറഞ്ഞാൽ KJ തോമസിന്റെ തേജസ് പൂർത്തീകരിക്കാൻ ഇന്ന കഷ്ടം കൂടെ എന്റെ കർത്താവ് അനുഭവിക്കാനുണ്ടായിരുന്നു, ഇന്നതുകൂടെ മിച്ചമുണ്ടായിരുന്നു എന്ന് ദൈവിക നീതിന്യായ കോടതിയിൽ പറയാൻ ഇടവരാതെ എന്റെ തേജസ്സിനായി, എന്റെ നിത്യതയ്ക്കായി, എന്റെ വീണ്ടെടുപ്പിനായി എന്തെല്ലാം എന്റെ രക്ഷിതാവ് തികയ്ക്കണമെന്ന് ദൈവിക നീതിന്യായ കോടതി പ്രഖ്യാപിച്ചോ, ആ സകലതും എനിക്ക് വേണ്ടി നിവർത്തിച്ച് എന്റെ തേജസ്സിന്റെ പൂർണ്ണത ഒരുക്കിയ യേശുവേ, അങ്ങേക്ക് നന്ദി എന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണ്ട കേട്ടോ. 52-ാം അധ്യായം നിങ്ങൾ ഒന്ന് വായിക്കണം. യേശുവിന്റെ ക്രൂശ് മരണത്തിന് 700 വർഷങ്ങൾക്ക് പിറകിൽ പ്രവാചക വരണ്യനായ യേശയ്യാവ് യേശുവിന്റെ ക്രൂശിനെ കണ്ടു പ്രവചിക്കുകയാണ്. കണ്ടാൽ ആളല്ല എന്നും, ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ്, രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപനായിരിക്കൊണ്ട് നിങ്ങൾ കണ്ടോ, തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, കണ്ണുകെട്ടി തല്ലപ്പെട്ടവനായി, മുഖത്ത് കാർക്കിച്ച് തുപ്പലേൽക്കപ്പെട്ടവനായി, പുറമൊഴുച്ചാല് പോലെ അടിച്ചു കീറപ്പെട്ടവനായി, ഭാരമേറിയ മരക്കുരിശും ചുമല്ലെന്തി യെരൂശലേം തെരുവീതിയിലൂടെ വലത്തോട്ടും ഇടത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വീണും എണ്ണിട്ടും വീണും നടന്നു നീങ്ങി തലയോടിടുമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ
മുകളിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് നീര് വന്നു വികൃത വിരൂപമായി എന്റെ രക്ഷിതാവ് കിടക്കുന്നത് കണ്ടോ? ക്രൂശിന് ചുവട്ടിലുള്ളവരും വഴി പോകുന്നവരും അറപ്പോടും വെറുപ്പോടും മുഖം മറച്ചു കളയത്തക്ക നിലയിൽ അവിരൂപമായി കിടക്കുന്നത് ആരാണ്? തേജസ്സിന്റെ കർത്താവ്, അനന്തകോടി ദൂതന്മാരുടെ ആരാധനാ വിഷയമായവൻ, സ്വർഗത്തിന്റെ തിലകമായവൻ, ഈ അഖിലാണ്ട ഗടാകത്തിന്റെ ഉടയവൻ. ആ കിടപ്പ് കിടന്നത് എന്റെ മാന്യ സഹോദരി, എന്റെ മാന്യ സഹോദര, അവന്റെ തേജസ്സിലേക്ക്, അവന്റെ മഹത്വത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ്. അതരം തുറന്ന് ആവേശത്തോടെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 5 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പ്രിയരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നിത്യതയുണ്ടല്ലോ, നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറം. ഒന്ന് പറയാം, നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവിക നിത്യതയുടെ സംവിധാനം എന്താന്ന് ഒറ്റ വാക്യത്തിൽ ഞാൻ അങ്ങ് പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. റോമാലേഖനം 8:29 ഒന്ന് വായിച്ചേ. റോമാലേഖനം 8:29. ഹല്ലേലൂയ. റോമാലേഖനം 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ആ വാക്യം മനസ്സിലായി? മനസ്സിലായിട്ടില്ല, പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമാക്കി തരാം. ദൈവത്തിന്റെ നിർണയം, ആരെക്കുറിച്ചുള്ള നിർണയം? ഒന്ന്, തൻ്റെ പുത്രനായ യേശുവിനെ കുറിച്ചുള്ള നിർണയം. 2, നമ്മെക്കുറിച്ചുള്ള ദൈവിക നിർണയം. ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ പുത്രനെ കുറിച്ചുള്ള നിയമനം എന്താ? പുത്രൻ ആദ്യജാതനാകണം. അതെങ്ങനെ? യേശുക്രിസ്തു എങ്ങനെ ആദ്യജാതനാകുന്നേ? ദൈവത്തിന് ഒറ്റ പുത്രനേ ഉള്ളൂ. ആണോ? അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 3, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. യേശു പറഞ്ഞു, പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഏകജാതൻ എങ്ങനെ ആദ്യജാതനാകുന്നേ? ഏകജാതൻ ആദ്യജാതനാകണമെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി സഹോദരങ്ങൾ വേണം. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞേ. അപ്പൊ പിതാവായ ദൈവത്തിന് പുത്രനെ കുറിച്ചുള്ള നിർണയം എന്താ? പുത്രൻ ദൈവ കുടുംബത്തിൽ ആദ്യജാതനാകണം. ആദ്യജാതനാകണമെങ്കിൽ അവൻ അനേക സഹോദരങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം എന്താ? തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അർത്ഥം എന്താണെന്നറിയാമോ? വരുവാനുള്ള നിത്യത എന്താണെന്നറിയാമോ? യേശു കർത്താവ് ദൈവ കുടുംബത്തിലെ മൂത്ത സഹോദരനും ആദ്യജാതനും ആ ദൈവ കുടുംബത്തിൽ യേശുവിന്റെ സഹോദരങ്ങളുമായി യേശുവിന് എന്തെല്ലാം പിതൃസന്നിധിയിലുണ്ടോ അതിന്റെ എല്ലാം കൂടെ അവകാശം നിനക്കും കൂടെ തന്ന് നിത്യത മുഴുവൻ ആ അവകാശത്തിന് നിന്നെ കൂട്ടവകാശിയാക്കുന്നതാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടവകാശം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, തുള്ളിച്ചാടി സ്തോത്രം പറയേണ്ടതാ. എന്താ കൂട്ടവകാശം? ഇത് ഫേസ്ബുക്കിൽ നിന്ന് പോകുന്നില്ലല്ലോ. ഉണ്ടോ? ഉണ്ട്? ഇല്ല, ഉണ്ടല്ലേ? അതാ ഞാൻ ഈ പറയുന്ന ഉദാഹരണം അങ്ങ് തെറ്റിദ്ധരിക്കുന്ന ഒരു പേടിയുള്ളൂ. കാരണം ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒത്തിരി പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങ് സൂക്ഷിച്ച് പറയാം. എന്നാലും ഞാനൊന്ന് പറയാം കേട്ടോ. ജിൻസൺ അല്ലേ? ജിസനും ഞാനും കൂടെ ഒന്ന് കർത്താവിൻ്റെ ദാസൻ ജിസനും ഞാനും കൂടെ കുമളിയിൽ, ഇത്രയും ഭാഗമൊന്നും വേണ്ട ഫേസ്ബുക്കിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, പറ്റുമെങ്കിലേ. ഞാനും പാസ്റ്റർ ജിസനും കൂടെ കുമളിയിലെ 2 ഏക്കർ ഏലത്തോട്ടം 1 കോടി രൂപയ്ക്ക് കൂട്ടവകാശമായിട്ട് വാങ്ങി. സങ്കല്പിക്കുക. ഞാൻ പറഞ്ഞു ഒരിക്കലും നടന്നിട്ടില്ല, നാളെ ഒട്ടും നടക്കത്തുമില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുന്നതാ. പക്ഷെ ഇങ്ങനെ പറയുന്ന പല ഉദാഹരണമാണ് ഞങ്ങൾ പോയി പെടുന്നത്. ഞാനും ജേസനും കൂടെ 2 ഏക്കർ ഏലത്തോട്ട് 1 കോടി രൂപയ്ക്ക് കൂട്ടവകാശമായി. അപ്പൊ ഈ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ 1 ഏക്കർ എന്റേതും 1 ഏക്കർ അദ്ദേഹത്തിൻ്റെതും. 1 ഏക്കർ എന്റേതും 1 ഏക്കർ അദ്ദേഹത്തിൻ്റെതും ആണെങ്കിൽ അത് കൂട്ടവകാശം ആകുകയല്ല, തുല്യ വീതം വെപ്പേ ആവുള്ളൂ. കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ അറിയാവോ? ആ 2 ഏക്കറും അദ്ദേഹത്തിൻ്റെതാ. 2 ഏക്കർ അദ്ദേഹത്തിൻ്റെതായിരിക്കുമ്പോൾ തന്നെ 2 ഏക്കറും എൻ്റേതാ.
കൂട്ടവകാശം എന്നറിയോ? 2 ഏക്കർ എന്റേതാ. എന്റേതായിരിക്കുമ്പോ തന്നെ ആ 2 ഏക്കർ അദ്ദേഹത്തിൻ്റെതുവാ. അതാ കൂട്ടവകാശം. അങ്ങനെയാണെങ്കിൽ യേശുവിൽ എനിക്ക് കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്നറിയോ? എന്റെ യേശുവിന് എന്തെല്ലാം നിത്യതയിലുണ്ടോ, എന്റെ യേശുവിന് എന്തെല്ലാം പിതൃസന്നിധിയിലുണ്ടോ, അത് മുഴുവൻ എന്റേതും കൂടെ ആയി മാറുന്നതാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഈ മാർഗത്തെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാർഗം എന്തുണ്ട്? ക്രിസ്തീയ ജീവിതം പോലെ ശ്രേഷ്ഠമായ ഒരു ജീവിതം എന്തുണ്ട്? കാണുന്നതൊക്കെ താൽക്കാലികമല്ലേ? കാണാത്തൊരു നിത്യത നമ്മുടെ തലയ്ക്ക് മുകളിലില്ലേ? ആ നിത്യതയുടെ അവകാശം നിനക്ക് തരാനല്ലേ യേശു മനുഷ്യനായി മണ്ണിൽ വന്നത്? ഇന്ന് രാത്രി എനിക്ക് അത് മതി, യേശു മതി. യേശുവിലൂടെയുള്ള രക്ഷ മതി, യേശുവിലൂടെയുള്ള വീണ്ടെടുപ്പ് മതി, യേശുവിലൂടെയുള്ള നിത്യത മതി. നിത്യതയിൽ എത്തുന്നിടം വരെ അവൻ ഇവിടെ തരുന്നതല്ല, സ്തോത്രത്തോടെ അനുഭവിക്കാനുള്ള കൃപ മതി. അതരെന്തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക. ദയവായി ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം അല്പസമയം പോയി, ഞാൻ നിർത്താം. ദയവായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. നമ്മിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞേ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇനി ഞാൻ ഈ പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കൊലോസ്യ ലേഖനം 3:4 ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്ന കാലഘടികാരത്തിൻ്റെ മണിനാദ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന സഭയെ, ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ യുഗത്തിൻ്റെ സൂര്യൻ അവസാനിക്കുന്ന ചെമ്മാനമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ യുഗത്തിന് തിരശീല വീഴാൻ പോകുകയല്ലേ? ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഉറക്ക ദൈവമക്കൾ വിളിച്ചു പറ, ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. യേശു മടങ്ങി വരുന്നു, നമ്മുടെ കർത്താവും മടങ്ങി വരുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി പറയാൻ കഴിയും, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും? എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി അതൊന്ന് പറയാൻ കഴിയും, ആ പാട്ടൊന്ന് പാടാൻ കഴിയും? അതേ കാലഘട്ടത്തെ വിവേചിച്ച് ആനുകാലിക സംഭവങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്ത് ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് യേശുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ഒരുക്കമുള്ള ദൈവമക്കൾ, ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക.